വെൽക്കം ബാക്ക് ടു ഗെറ്റീസ് കളക്ഷൻ. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വന്നേക്കുന്നത് എൻ സ്റ്റൈലിലെ മീഡിയം സൈസിൽ വന്നിട്ടുള്ള പ്ലീറ്റഡ് നൈറ്റീസിന്റെ കളക്ഷൻസ് ആട്ടോ. അസോർട്ടഡ് കളക്ഷൻസ് ആണ്, ഫ്രീ ഷിപ്പിംഗ് ആണ്. ഫസ്റ്റ് നമ്മുടെ മെറ്റീരിയൽ വന്നേക്കുന്നത് റയോൺ മെറ്റീരിയൽ ആണ്. ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത്. ആംപിറ്റ് വരുന്നത് 40, ലെങ്ത് വരുന്നത് 52 ആണ്. ദയവ് ചെയ്ത് ബുക്ക് ചെയ്യുന്ന സമയത്ത് സൈസ് നോക്കിയിട്ട് മാത്രം ബുക്ക് ചെയ്യുക. കാരണം ഇപ്പോൾ ഒത്തിരി പേര് സൈസ് ഇഷ്യൂസ് പറഞ്ഞ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സൈസ് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ വീഡിയോസിലും തന്നെ നമ്മൾ ആംപിറ്റും ലെങ്ത്തും കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് മാത്രം നൈറ്റീസ് ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ സൈസ്, നിങ്ങളുടെ ബ്രാ ഉപയോഗിക്കുന്ന സൈസ് ഏതാണോ അത് അക്കോർഡിംഗ് ടു മാത്രം നിങ്ങൾ നൈറ്റീസ് ബുക്ക് ചെയ്യുക. ഏകദേശം ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും തന്നെ സൈസ് കറക്റ്റായിട്ടാണ് വരാറ്. അതുകൊണ്ടാണ് നമ്മൾ ബ്രാ സൈസ് ചോദിക്കാറുള്ളത് എല്ലാവരോടും തന്നെ. അതായത് അല്ലെങ്കിൽ ചിലർ വന്നിട്ട് പറയും ഞങ്ങൾ കുർത്തി XXL ആണ്, അപ്പോൾ സൈസ് ഏതാ വേണ്ടത്, അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ കുർത്തിയുടെ സൈസ് വേറെയാണ്, കുർത്തിയുടെ സൈസ് ചാർട്ട് വേറെയാണ്, നൈറ്റിയുടെ സൈസ് ചാർട്ട് വേറെയാണ്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ബുക്കിങ്സ് എടുക്കുക. നിങ്ങൾ മീഡിയം സൈസ്, ലാർജ് സൈസ് നൈറ്റി ആയിരിക്കും, ലാർജ് സൈസ് ആയിരിക്കും നമ്മുടെ കുർത്തി വരുന്നത്. അപ്പോൾ ചിലവർക്ക് മീഡിയം സൈസ് ഓക്കെ ആയിരിക്കും, ചിലവർക്ക് പക്ഷേ മീഡിയം സൈസ് നൈറ്റി ഓക്കെ ആയിരിക്കത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് വേണം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും സൈസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ദയവീത് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് നോക്കിയിട്ട് മാത്രം ബുക്ക് ചെയ്യുക. സാധനം നമ്മളിവിടെ നിന്ന് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും ഐറ്റം, അതായത് കിട്ടി, ഐറ്റം ടൈറ്റാണ് അല്ലെങ്കിൽ ലൂസാണ്, മാറ്റി തരണം എന്ന് പറയും. ആ ഐറ്റം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഐറ്റം തിരിച്ച് വേറെ ഒരു കസ്റ്റമർക്ക് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരെ വരുന്ന നൈറ്റീസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ വരുന്നത് ദയവ് ഇത് ഒഴിവാക്കാം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ സൈസ് ഇഷ്യൂസിൻ്റെ കാര്യത്തിന് റിട്ടേൺ വരുന്നതാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ റീഫണ്ട് കൊടുക്കത്തില്ല. അതിന് പകരം നിങ്ങൾ വേറെ നൈറ്റി ബുക്ക് ചെയ്യണം. അതല്ലാതെ നമ്മുടെ അടുത്ത് റീഫണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റീഫണ്ട് തരത്തില്ല. അത് കൺഫേം ആയിട്ട് ഞാനിപ്പോൾ ഇപ്പോൾ പറയുകയാണ്. ഇത്ര നാൾ ഞാൻ റീഫണ്ട് കൊടുക്കുമായിരുന്നു. കുറേ പേര് നൈറ്റി ബുക്ക് ചെയ്യും, മേടിച്ചുകൊണ്ട് പോകും. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ പറയും സൈസ് ശരിയായില്ല, ലൂസാണ്, ടൈറ്റാണ്, നൈറ്റി മാറ്റണം എന്ന് പറയും. നമ്മുടെ ഒരു ഇതിന് നമ്മളത് റിട്ടേൺ ഇങ്ങോട്ട് മേടിക്കും. ഇവിടെ വന്നു കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് നൈറ്റി ഇനി വേണ്ട, റീഫണ്ട് ചെയ്തേക്കാം. പിന്നെ റീഫണ്ടിന്റെ ബഹളമാണ്. അതുകൊണ്ടാണ് ഇനി അങ്ങനെ സൈസ് ഇഷ്യൂസിന്റെ പേരിൽ എന്തേലും ഇഷ്യൂസിന്റെ, അതായത് സൈസ് ഇഷ്യൂസിന്റെ എൻ്റെ കയ്യിൽ നിന്ന് വരുന്ന മിസ്റ്റേക്കിന്റെ ആണെങ്കിൽ ഓക്കെ, അത് ഞാൻ പേ ചെയ്യാൻ റെഡിയാണ്. അതല്ലാതെയുള്ള സൈസ് ഇഷ്യൂസ്, നിങ്ങൾ പറഞ്ഞ നൈറ്റി നമ്മൾ അവിടെ എത്തിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സൈസ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഐറ്റം ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും റീഫണ്ട് തരത്തില്ല. അതുപോലെ തന്നെ അയക്കുന്ന പൈസ, നിങ്ങൾ ഇങ്ങോട്ട് റിട്ടേൺ അയക്കുന്ന ക്യാഷും ഞാൻ തരത്തില്ല. നമ്മുടെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്കും കൊണ്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ മാത്രമേ ഞാൻ അതിന് പേ ചെയ്യത്തുള്ളൂ, പോസ്റ്റൽ അയക്കുന്നതിനുള്ള പേ ചെയ്യത്തുള്ളൂ. അതല്ലാതെയുള്ള ഒരു ഇഷ്യൂസിനും ഞാൻ റിട്ടേണിനുള്ള റീഫണ്ട് തരത്തില്ല. അതിന് പകരം നിങ്ങൾ നൈറ്റി എടുത്തേ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ പേരിൽ ഒരു ബഹളവും വെച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. കാരണം അത് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നതുകൊണ്ടാണ്. കാരണം അത്രയും നല്ല നൈറ്റികളായിരിക്കും ഫസ്റ്റ് വന്ന് ബുക്ക് ചെയ്ത് മേടിച്ചുകൊണ്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും നൈറ്റ് സൈസ് ശരിയായില്ല, അങ്ങനെ പിന്നെ അതിവിടെ വരണം, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് വേറെ ആൾക്ക് കാണിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നത്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് മീഡിയം സൈസാണ്, റയോൺ നൈറ്റിയാണ്. ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്, ഫ്രണ്ട് ഓപ്പൺ ആണ്. അതുകൊണ്ട് അതേപോലെ തന്നെ ഇതിന്റെ സെന്ററിൽ നമുക്ക് ഈ ഒരു പീസ് വർക്കിൽ എംബ്രോയിഡറി ഉണ്ട്, പൈപ്പിംഗ് വന്നിട്ടുണ്ട്. ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ്. റേറ്റ് വരുന്നത് 650. അടുത്ത വന്നിരിക്കുന്നത് മെറൂൺ ഷെയ്ഡാണ്. ഇത് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. നെക്ക് ഇതേപോലെ തന്നെ സ്ക്വയർ നെക്ക് വന്നിട്ട് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ്. റേറ്റ് വരുന്നത് 710. അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത്. ഇതേപോലെ തന്നെ പൈപ്പിംഗ് ആണ് വന്നിരിക്കുന്നത്. റയോൺ മെറ്റീരിയൽ ആണ്. റേറ്റ് വരുന്നത് 610. അടുത്ത വന്നിരിക്കുന്ന ബ്ലാക്കിൽ വന്നിട്ടുള്ള കോട്ടൺ നൈറ്റി ആയിട്ട് ഫ്ലോറൽ ഡിസൈൻ ആണ്. നെക്കിൽ ഈ ഒരു റോ ഷെയ്ഡ് വരും. ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത്. റേറ്റ് വരുന്നത് 350. അടുത്ത വന്നേക്കുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത്. സ്ട്രൈപ്പ് ഡിസൈൻ വരും. ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. ഫ്രണ്ട് ഓപ്പൺ ആണ്. റേറ്റ് വരുന്നത് 350. അടുത്ത നമുക്ക് വന്നേക്കുന്നത് നല്ലൊരു ക്രീം ഷെയ്ഡ് പോലത്തെ ഷെയ്ഡിൽ ഇതേപോലെ ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. നെക്കിൽ ഈ ഒരു പീസ് വർക്ക് വാട്ട കൊടുത്തിരിക്കുന്നത്. റേറ്റ് വരുന്നത് 390. അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് കോട്ടണിൽ വന്നിട്ടുള്ള ആഷ് ആണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. പൈപ്പിംഗ് വന്നിട്ടുണ്ട്, ക്രോഷ്യലൈസും ഉണ്ട്. റേറ്റ് വരുന്നത് 650. അടുത്ത നമുക്ക് വന്നിരിക്കുന്ന ബ്ലൂ ആണ്. ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത്. ഇതേപോലെ തന്നെ ബ്ലാക്ക് പീസ് ആണ് വന്നിരിക്കുന്നത്. ഈ മോഡൽ നൈറ്റിയുടെ റേറ്റ് വരുന്നത് 350. അടുത്ത വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ ഒരു ബേസ് ഷെയ്ഡിൽ ബ്ലൂ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. നെക്ക് വരുന്നത് സ്ക്വയർ നെക്ക് വന്നിട്ട് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് ഓപ്പൺ ആണ്. റേറ്റ് വരുന്നത് 670.
അടുത്ത വന്നേക്കുന്ന മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. സാറ്റൻ കോട്ടൺ ആണ്. നെക്കയിൽ നമുക്ക് ഈ ഒരു എംബ്രോയിഡറി ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത്. റേറ്റ് വരുന്നത് 690. അടുത്ത നമുക്ക് വന്നേക്കുന്ന പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള നൈറ്റിയാണ്. ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത്. നെക്കയിൽ നമുക്ക് ഈ ഒരു ബോർഡർ പീസും ആണ് വന്നേക്കുന്നത്. ഈ മോഡൽ നൈറ്റിയുടെ റേറ്റ് വരുന്നത് 445. അടുത്ത നമുക്ക് വന്നേക്കുന്നത് ഒരു ആഷ് പോലത്തെ ഷെയ്ഡിലാട്ടോ. ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. നെക്കയിൽ നമുക്ക് ഈ ഒരു എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത്. പൈപ്പിംഗ് ഉണ്ട്. ഫ്രണ്ട് ഓപ്പൺ ആണ്. റേറ്റ് വരുന്നത് 680. അടുത്ത വന്നേക്കുന്ന ക്രീം ഷെയ്ഡാണ്. ഇതിൽ നമുക്ക് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന പീസ് വർക്ക് ആണ്. ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. ഫ്രണ്ട് ഓപ്പൺ ആണ്. റേറ്റ് വരുന്നത് 630. അടുത്ത വന്നേക്കുന്ന ക്രീം ഷെയ്ഡാണ്. ഇതിൽ നമുക്ക് ഇതേപോലെ ബ്ലാക്ക് പീസ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത്. റേറ്റ് വരുന്നത് 630. അടുത്ത നമുക്ക് വന്നേക്കുന്നത് കളർ വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. നെക്കിൽ രണ്ട് സൈഡിലും ചെസ്റ്റിന്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് എംബ്രോയിഡറി ആണ്. ഫ്രണ്ട് ഓപ്പൺ ആണ്. റേറ്റ് വരുന്നത് 690. അടുത്ത വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. ഇത് നമുക്ക് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. ഫ്രണ്ട് ഓപ്പൺ ആണ്. റേറ്റ് വരുന്നത് 675 ആണ്. ഇന്ന് നമ്മൾ കാണിച്ചത് മീഡിയം സൈസിന്റെ അസോർട്ടഡ് കളക്ഷൻസ് ആണ്. എൻ സ്റ്റൈലിലെ പ്ലീറ്റഡ് നൈറ്റീസിന്റെ. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറുകളായിട്ടുള്ള 9497352940 8590106227 മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.